Hello everyone, welcome. So നമ്മൾ ഇന്ന് മാക്സ്വെൽ ഇക്വേഷൻസ് എങ്ങനെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. തെർമോഡൈനാമിക്സിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി വരുന്നത് ഇഷ്ടംപോലെ ഇക്വേഷൻസ് ഉണ്ട്. അതൊക്കെ എങ്ങനെ മെമ്മറൈസ് ചെയ്യുന്നുള്ള ഒരു ഡിഫിക്കൽട്ടിയാണ് തെർമോഡൈനാമിക്സിൽ മെയിനായിട്ട് വരിക. അപ്പോൾ അതിൽ മാക്സ്വെൽ ഇക്വേഷൻസ് കുറച്ചധികം ഉണ്ട്. അപ്പോൾ അത് മുഴുവൻ നമ്മൾ ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ tedious ആയിട്ടുള്ള പ്രോസസ്സാണ്. എല്ലാം ബൈഹാർട്ട് ചെയ്ത് വെക്കണം. അതിൽ ഏതൊക്കെ കോൺസ്റ്റന്റ് ആണ്, ഏതൊക്കെയാണ് അതിന്റെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, ഇങ്ങനെയുള്ള ഇക്വേഷൻസ് വരുമ്പോൾ പൊതുവെ നമ്മൾ എത്ര മെമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാലും അതൊരു ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നാറുണ്ട്. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ, ഒരു ട്രിക്ക് ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. മാക്സ്വെൽ സ്ക്വയർ വെച്ചിട്ട് അല്ലെങ്കിൽ തെർമോഡൈനാമിക് സ്ക്വയർ വെച്ചിട്ട് നമ്മൾ എങ്ങനെ മാക്സ്വെൽ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യും, ഈസി പെട്ടെന്ന് തന്നെ ഡിറൈവ് ചെയ്ത് വെക്കാൻ പറ്റും. എക്സാമിന് നമ്മൾ ഒരു റിലേഷൻ തന്നിട്ട് ഇതിൽ ഏതാണ് കറക്റ്റ് റിലേഷൻ, മാക്സ്വെൽ ഇക്വേഷൻസ് മാച്ച് ആയി പോകുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് മാക്സ്വെൽ സ്ക്വയർ നോക്കാം. മാക്സ്വെൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നിമോണിക് ഡിവൈസ് ആണ്. അതായത് നമ്മളൊരു റെപ്രസെന്റേഷൻ യൂസ് ചെയ്യാണ്, ഒരു സ്ക്വയർ തന്നെയാണ് ടു റിമെമ്പർ ആൻഡ് ഡിറൈവ് മാക്സ്വെൽ റിലേഷൻസ്. മാക്സ്വെൽ റിലേഷൻസ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണ്. which are a set of equation relating to 4 fundamental thermodynamic variables. നമ്മുടെ തെർമോഡൈനാമിക്സ് വേരിയബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, എൻട്രോപ്പി, ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഫങ്ഷൻസ് ആയിട്ടുള്ള ജി വാല്യൂ, അതായത് ഗിബ്സ് ഫ്രീ എനർജി, ഹെൽമോൺസ് ഫ്രീ എനർജി എ, അതുപോലെ നമ്മുടെ എച്ച് എൻതാൽപ്പി, അതുപോലെ ഇന്റേണൽ എനർജി യു, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും തമ്മിലുള്ള റിലേഷൻസ് വരുന്ന ഇക്വേഷൻസ് ആണ് മാക്സ്വെൽ ഇക്വേഷൻസ്. അപ്പൊ ഈ മാക്സ്വെൽ ഇക്വേഷൻസ്, മാക്സ്വെൽ റിലേഷൻസ് എങ്ങനെ ഡിറൈവ് ചെയ്യാൻ നോക്കാം. അപ്പം പറയുകയാണെങ്കിൽ ഇത്രയും റിലേഷൻസ് ആണ് മാക്സ്വെൽ റിലേഷൻസ് വരിക. ഇത്രയാണ് മാക്സ്വെൽ റിലേഷൻസ്. ഡെറിവേറ്റീവ് ആണ്, ഡെറിവേറ്റീവ് റിലേഷൻസ് ആണ് മാക്സ്വെൽ റിലേഷൻസ്. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ എക്സ്പ്രഷൻ. ഈ ഡിഫറൻഷ്യൽ എക്സ്പ്രഷനിൽ നിന്നാണ് നമ്മൾ ഈ മാക്സ്വെൽ റിലേഷൻ ഡിറൈവ് ചെയ്ത് വരുന്നത്. അപ്പൊ ഇത്രയും നോക്കൂ, ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ 8 റിലേഷൻ കാണാം. ഇത് കൂടാതെ പിന്നെ ഒരു 8 റിലേഷൻ കൂടിയുണ്ട്. ടോട്ടൽ 16 റിലേഷൻസ് നമുക്ക് ഈ മാക്സ്വെൽ സ്ക്വയറിൽ നിന്ന്, തെർമോഡൈനാമിക് സ്ക്വയറിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഇക്വേഷൻസ് ഒക്കെ, ചില ഇക്വേഷൻസ് നമുക്ക് വളരെ ബൈഹാർട്ട് ആയിരിക്കും. ഡി എച്ചിന്റെ ഇക്വേഷൻസ് നമുക്ക് ബൈഹാർട്ട് ആണ് എപ്പോഴും. ടി ഡി എസ് പ്ലസ് വി ഡി പി അല്ലെങ്കിൽ ടി ജി മൈനസ് വി ഡി പി മൈനസ് എസ് ഡി ടി, ഇതൊക്കെ നമുക്ക് ഒരു പക്ഷെ കാണാതെ അറിയുന്നതായിരിക്കും. ഈ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആയിരിക്കും കുറച്ചും കൂടി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പൊ ഈ ഇക്വേഷൻസ് ആയാലും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാതെ എങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡിറൈവ് ചെയ്യാം മാക്സ്വെൽ സ്ക്വയറിലൂടെ. അതിൽ നിന്ന് നമുക്ക് ഈ റിലേഷൻസ് എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാം, അതും പെട്ടെന്ന് തന്നെ ഒരു ട്രിക്ക് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ നമ്മൾ ആദ്യം മാക്സ്വെൽ സ്ക്വയർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു സ്ക്വയർ വരയ്ക്കുക. ആ സ്ക്വയറിൽ നമുക്ക് ആദ്യം അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് തെർമോഡൈനാമിക്സിൽ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ, ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, എൻട്രോപ്പി, എസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. അതുപോലെ അറിയുന്നതാണ് ജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിബ്സ് ഫ്രീ എനർജി. ഗിബ്സ് ഫ്രീ എനർജി. ഓക്കെ, അതുപോലെ എ എന്ന് പറയുന്നത് ഗിബ്സ് ഹെൽമോൺസ് എനർജി. ഓക്കെ, നമ്മുടെ എച്ച് എന്ന് പറയുന്നത് എൻതാൽപ്പി, യു എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ എനർജി. പിന്നെ നമുക്ക് പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, പിന്നെ എസ്, എൻട്രോപ്പി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തെർമോഡൈനാമിക്സിൽ പഠിക്കുന്ന വേരിയബിൾസ്, ഫങ്ഷൻസ് ഒക്കെ വരിക. അപ്പൊ ഇങ്ങനെ ഒരു സ്ക്വയർ വരച്ചിട്ട് നിങ്ങൾ ഇതുപോലെ റെപ്രസെന്റ് ചെയ്യുക. ആദ്യം ഇതിന്റെ ട്രിക്കും ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ജി, പി, എച്ച്, യു. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാട്ടെ, ജി എച്ച് യു എ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫങ്ഷൻസ്, നമ്മുടെ തെർമോഡൈനാമിക് ഫങ്ഷൻസ് ജി എച്ച് യു എ നമ്മുടെ സ്ക്വയറിന്റെ നടുവിലായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പ്രഷർ, എൻട്രോപ്പി, വോളിയം, ടെമ്പറേച്ചർ, ഇതൊക്കെ നമ്മൾ കോർണേഴ്സിലും. അപ്പൊ ഇതെങ്ങനെ ഓർത്ത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഗുഡ് പീപ്പിൾ ഹാവ് സ്റ്റഡീഡ് അണ്ടർ വെരി അമേസിംഗ് ടീച്ചർ. ഈ ഒരു വേർഡ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാം. ഗുഡ് പീപ്പിൾ have studied under very amazing teachers. ഓക്കെ, ഈ ഒരു വേർഡ് നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവുമല്ലോ. ഗുഡ് പീപ്പിൾ ഹാവ് സ്റ്റഡീഡ് അണ്ടർ വെരി അമേസിംഗ് ടീച്ചേഴ്സ്, അല്ലെങ്കിൽ ഗുഡ് ഫിസിസ്റ്റ് എന്നും പറയാം. ഏതാണ് നിങ്ങൾക്ക് എളുപ്പം അത്.
അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, ഈ ഒരു പോയിന്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഈ ഒരു ന്യൂമോണിക്സ് വെച്ചിട്ട് സ്പീഡിൽ നമുക്ക് എഴുതാൻ പറ്റും. സ്ക്വയർ വരയ്ക്കുക, എന്നിട്ട് നമ്മൾ ഗുഡ് പീപ്പിൾ ഹാവ് സ്റ്റഡീഡ് അണ്ടർ വെരി അമേസിംഗ് ടീച്ചർ. അപ്പൊ ഈ ഓർഡറും തെറ്റില്ല. അപ്പൊ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഡർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇത് എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ റിലേഷൻസ് എഴുതാൻ വേണ്ടി പോവാണ്. ഇവിടെ ആദ്യം ഞാൻ ജിയെ പിക്ക് ചെയ്യുന്നു, ജി എടുക്കുന്നു. ഈ ജിനെ ഞാൻ ഡി ജി എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. ഡി ജി ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ നോക്കണം ജിയുടെ കൂടെ ആരാ ഉള്ളത്, പ്രഷറും ടെമ്പറേച്ചറും. അപ്പൊ ഡി ജി വേരി ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു പ്രഷർ ടെമ്പറേച്ചർ, ആ ഒരു രീതിക്കാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഡി ജി ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് നമ്മൾ ഡി പിയും എഴുതുക, എന്നിട്ട് ഡി ടു എഴുതുക, കുറച്ച് സ്പേസ് വിട്ടിട്ട് എഴുതുക. ഡി ജി എഴുതുക, ഡി ജി എഴുതുക, അതുപോലെ അതിന്റെ കൂടെ ഡി പിയും ഡി ടു എഴുതുക. ഇനി ഡി പിയുടെ കൂടെയും ഡി ടിയുടെ കൂടെയും കോഎഫിഷ്യൻസ് വരണം. അത് എവിടെ നിന്നാ വരിക, പി ആണല്ലോ എഴുതിയത് ഡി പി, അതിന്റെ നേരെ ഇവിടെ നമ്മൾ ഒരു ആരോ വരച്ചിട്ടാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആരാ ഉള്ളത് നോക്കാം. ഓപ്പോസിറ്റ് ആരാ ഉള്ളത്, ഇവിടെ വോളിയം വി ആണുള്ളത്. ഇനി അത് മാത്രമല്ല, ഇവിടെ നമ്മൾ ആരോ വരച്ചിരിക്കുന്നതിന്റെ ആ ഒരു ആരോന്റെ ഹെഡ് ഉണ്ടല്ലോ, ആ ഹെഡിന്റെ ഭാഗത്തേക്കാണ് നമ്മുടെ വി വരുന്നതെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, അതിനെ നമ്മൾ ഈ ഹെഡിന്റെ ഭാഗം വരുന്നതിന് എല്ലാതിനെയും നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കണം. ഇവിടെ നമ്മൾ ഇതിനെ നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ആ ഒരു വ്യത്യാസമുള്ളൂ, നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഇവിടെ ടെയിൽ വരുന്നിടത്ത് നെഗറ്റീവും ഹെഡ് വരുന്നിടത്ത് പോസിറ്റീവും. അപ്പൊ ഡി പിയുടെ കൂടെ ഒരു കോഎഫിഷ്യന്റ് വേണം. അത് ആരായിരിക്കും, പിയുടെ നേരെ ഓപ്പോസിറ്റ് ആരുള്ളത്, വി. അവിടെ നമ്മൾ ഡി വി എഴുതരുത്, വി തന്നെ എഴുതണം കോഎഫിഷ്യന്റ് ആയിട്ട് എഴുതുമ്പോൾ. ഇവിടെ പോസിറ്റീവ് ആണുള്ളത്, അതുകൊണ്ട് നമ്മൾ വി ഡി പി, വി ഡി പി. ഇനി ഡി ടിയുടെ കൂടെ ആര് വരുന്നത് നോക്കാം. ടിയുടെ ഓപ്പോസിറ്റ് ആരുള്ളത്, എസ്, അത് നെഗറ്റീവാണ്, ടെയിലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് റിലേഷൻ വരും, മൈനസ് എസ് ഡി ടി എന്ന് വരും, നെഗറ്റീവ്. അപ്പൊ ഈ റിലേഷൻ ആയി. ഇതാണ് നമ്മുടെ ഒരു റിലേഷൻ, ഡി ജി ഈക്വൽ ടു വി ഡി പി മൈനസ് എസ് ഡി ടി. അത് തിരിച്ചെഴുതുന്നേ ഉള്ളൂ, മൈനസ് എസ് ഡി ടി പ്ലസ് വി ഡി പി, വി ഡി പി മൈനസ് എസ് ഡി ടി. ഈ റിലേഷൻ കിട്ടിയല്ലോ. ഇത് ഓർത്തിരിക്കാണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ക്വയറിൽ നിന്ന് ഡിറൈവ് ചെയ്തു. ഇനി എച്ചിലേക്ക് വരൂ. എച്ചിലേക്ക് വരുമ്പോൾ ഡി എച്ച് എഴുതുക. ഡി എച്ച് ഇസ് ഈക്വൽ ടു, ഇതിന്റെ കൂടെ ആരാ ഉള്ളത് നോക്കൂ, പി ഉണ്ട് എസ് ഉണ്ട്. പി എന്ന് പറയുമ്പോൾ നമ്മൾ ഡി പി ആയിട്ട് തന്നെയാണ് എഴുതേണ്ടത്, ഡി പിയും ഡി എസും. ഡി പി എഴുതുക, എന്നിട്ട് ഡി എസ് എഴുതുക. എച്ചിന്റെ കൂടെ ആരൊക്കെ ഉള്ളത്, പ്രഷറും എൻട്രോപ്പിയും, അതിന്റെയും ഡി പി എഴുതുക, ഡി എസ് എഴുതുക. ഇനി നമുക്ക് പിയുടെ കോഎഫിഷ്യന്റ് നോക്കണം. അവിടെ ആരാ ഉള്ളത്, വി തന്നെയാണ് ഉള്ളത്. വി എന്താ ഉള്ളത്, പോസിറ്റീവ് തന്നെയാണ്. അപ്പം വി ഡി പി. ഓക്കെ, ഇനി ഡി എസിന്റെ കൂടെ എസിന്റെ ഓപ്പോസിറ്റ് ആരാ വരുന്നത് നോക്കണം. എസിന്റെ ഓപ്പോസിറ്റ് ആരാ ഉള്ളത്, ടെമ്പറേച്ചർ ആണുള്ളത്. ഇനി ഇതും പോസിറ്റീവ്, ഇവിടെ ആരോ ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പ്ലസ് ടി ഡി എസ്. ക്ലിയർ ആയോ. എച്ചിന്റെ ആണ് എഴുതുമെങ്കിൽ ഡി എച്ച് എഴുതുക ആദ്യം. അതിന്റെ കൂടെ ഏതൊക്കെ വേരിയബിൾ ആണ് ഉള്ളത് നോക്കാം. പ്രഷറും ഉണ്ട്, എൻട്രോപ്പി ഉണ്ട്, പി ഉണ്ട്, എസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഡി പി ഡി എസ് ആദ്യം എഴുതി. ഇനി പിയുടെ കോഎഫിഷ്യന്റ് നോക്കണമെങ്കിൽ പിയുടെ ഓപ്പോസിറ്റ് ആരാ ഉള്ളത് നോക്കാം, വി. അപ്പൊ വി പോസിറ്റീവ് ആണ്, ആരോ ആണ്, ആരോന്റെ സൈഡിലുള്ളത്. അതുകൊണ്ട് വി ഡി പി പ്ലസ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തത്. കാരണം എന്താ, എസിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ടി ആണ്, ടെമ്പറേച്ചർ ആണ് എഴുതേണ്ടത്, അതും പോസിറ്റീവ് ആണ്, ബിക്കോസ് അവിടെയാണ് നമ്മുടെ ആരോ വരുന്നത്. അപ്പൊ വി ഡി പി പ്ലസ് ടി ഡി എസ് വന്നു. അപ്പൊ ഡി എച്ചിന് എന്താണ് ഇക്വേഷൻ വരുന്നത്, ടി ഡി എസ് പ്ലസ് വി ഡി പി. അതും കറക്റ്റ് അല്ലേ, ടി എച്ച് ഈക്വൽ ടു ടി ഡി എസ് പ്ലസ് വി ഡി പി. ടി ഡി എസ് ഉണ്ട്, വി ഡി പി ഉണ്ട്, അത് നമുക്ക് മനസ്സിലായി. ഇനി യു, യുടേത് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, യു ആദ്യം എഴുതുക, ഡി യു എഴുതുക. അതിനുശേഷം പിന്നെ ആരാ അതിന്റെ കൂടെ ഉള്ളത്, എസും വിയും, അതിന്റെ അതുപോലെ എഴുതുക, ഡി എസ് ഡി വി. ഓക്കെ, അത് എഴുതിയല്ലോ. ഇനി എസിന്റെ ഓപ്പോസിറ്റ് ആരാ ഉള്ളത്, ടി, അതും പോസിറ്റീവ് ആണ്, ആരോടെ കൂടെ ഉള്ളത്, അതുകൊണ്ട് ടി ഡി എസ് ആവും. ഇനി വി, വി ആണ് ഇവിടെ ഉള്ളത്. വിയുടെ ഓപ്പോസിറ്റ് ആരാ ഉള്ളത് നോക്കണം, പി ആണ്, പക്ഷെ ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും, മൈനസ് പി ഡി വി എന്ന് വരും. ടി ഡി എസ് മൈനസ് പി ഡി വി. അപ്പൊ ഡി യു നോക്കൂ, ടി ഡി എസ് മൈനസ് പി ഡി വി, അതും നമുക്ക് ഡിഫറൻഷ്യൽ എക്സ്പ്രഷൻ കിട്ടി. ഇനി അടുത്ത എ ആണ് ബാക്കിയുള്ളത്, എ. ഡി എ ഈക്വൽ ടു, ഡി എ ഇസ് ഈക്വൽ ടു, ഡി എയുടെ കൂടെ ആരാ ഉള്ളത്, വിയും ഉണ്ട്, ടിയും ഉണ്ട്. അപ്പൊ നമ്മൾ ഡി വി ഡി ടി എന്ന് എഴുതുക. എന്നിട്ട് വിയുടെ ഓപ്പോസിറ്റ് ആരാ ഉള്ളത്, പി ആണുള്ളത്, അതും നെഗറ്റീവ് ആണ്. അപ്പൊ മൈനസ് പി ഡി വി എന്ന് വരും. ഓക്കെ, ഇനി ടിയുടെ ഓപ്പോസിറ്റ് ആരാ ഉള്ളത്, എസ് ആണുള്ളത്, അതും നെഗറ്റീവ്. അപ്പൊ മൈനസ് എസ് ഡി ടി, മൈനസ് പി ഡി വി മൈനസ് എസ് ഡി ടി. നോക്കൂ, മൈനസ് എസ് ഡി ടി മൈനസ് പി ഡി വി, മൈനസ് എസ് ഡി ടി മൈനസ് പി ഡി വി അല്ലെ, മൈനസ് പി ഡി വി മൈനസ് എസ് ഡി ടി. അപ്പൊ അതും കിട്ടി. ഈ 4 റിലേഷനും കിട്ടിയല്ലോ. ഇത് ബൈ ഹാർട്ട് ചെയ്യാതെ തന്നെ ഈ ഒരു സ്ക്വയറിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ഡിറൈവ് ചെയ്തെടുത്തു. ഈ ഒരു ടെക്നിക്ക് പിടികിട്ടി കഴിഞ്ഞാൽ ഇത് മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഗുഡ് പീപ്പിൾ ഹാവ് സ്റ്റഡീഡ് അണ്ടർ വെരി അമേസിംഗ് ടീച്ചർ എന്നുള്ള ഈ ഒരു നിമോണിക്സ് പഠിക്കുക. എന്നിട്ട് ഈ ഒരു രീതിയിൽ തന്നെ എഴുതുക. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ മാറ്റി എഴുതാം. ഇതുവരെ ഓക്കെ ആണല്ലോ.
ഈ 4 റിലേഷനും കിട്ടി. ഇനി ഇതാണ് നമ്മുടെ ഫസ്റ്റ് റിലേഷൻ, ഇത് നമ്മുടെ സെക്കൻഡ് റിലേഷൻ, ഇത് നമ്മുടെ തേർഡ് റിലേഷൻ. ഇനി നമ്മൾ ഫസ്റ്റ് റിലേഷനിൽ നിന്ന് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡി ജിയുടെ അല്ലേ, ഇതാണ് ഞാൻ ഫസ്റ്റ് എഴുതിയ റിലേഷൻ. ഈ ഡി ജിയിൽ നിന്ന് നമുക്ക് ഈ റിലേഷനെ ഡിറൈവ് ചെയ്ത് എടുക്കണം. അതിനു വേണ്ടി ഇത് ഞാൻ ആദ്യം എഴുതുവാണ്. ഈ റിലേഷനിൽ നിന്നാണ് ഈ ഒരു കറസ്പോണ്ടിങ് മാക്സ്വൽ റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡി ജി ഈസ് ഈക്വൽ ടു വി ഡി പി മൈനസ് എസ് ഡി ടി അല്ലെ, വി ഡി പി മൈനസ് എസ് ഡി ടി അത് കിട്ടിയല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാം, ഡി ജി ഈക്വൽ ടു വി ഡി പി മൈനസ് എസ് ഡി ടിനെ ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാം, ഇവിടെ ഇനി ഡി ജിയെ നോക്കണ്ട, ഈ ഈക്വലിന് ഇപ്പുറത്തുള്ള ഈ ഒരു എക്സ്പ്രഷൻ മാത്രം നോക്കാം, വി ഡി പി മൈനസ് എസ് ഡി ടി. അതിൽ ഞാൻ ആദ്യം വിനെ കൺസിഡർ ചെയ്യാം, എന്നിട്ട് ഡോ വി എന്ന് എഴുതും. ഡോ വി എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ്, ഡി വിക്ക് പകരം ഡോ വി എഴുതാൻ പോവാ. ഡോ വി, ഇവിടെ വിക്ക് ആണല്ലോ ഡിഫറൻഷ്യൽ ഇല്ലാത്തത്, അതിനെ നമ്മൾ ഡിഫറൻഷ്യൽ ആയിട്ട് എഴുതിയിട്ട് ഇനി ഇപ്പുറത്തേക്ക് പോവാ. ഇവിടെ ആരാ ഡിഫറൻഷ്യൽ ഉള്ളത്, ടിക്കാണ്, അതിന് നമ്മൾ ഡിനോമിനേറ്ററിൽ കൊണ്ടുപോവാ, ഡോ ടി എന്ന് എഴുതാം. ഇവിടെ ഇല്ലാത്തതിനെ നമ്മൾ ഡിഫറൻഷ്യൽ കൊടുത്തു, ഇവിടെ ഉള്ളതിനെ അതുപോലെ എടുത്ത് എഴുതി. എന്നിട്ട് നമ്മൾ ഇവിടെ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, ഡി പി ആണല്ലോ ഇവിടെ ഡി പി ആയിട്ടുള്ളത്, അതിനെ നമ്മൾ ഡി പിനെ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി എഴുതാം. ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്നാണ് ഇതിന്റെ മീനിങ്. ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. എന്താണ് ചെയ്തത്, വിക്കാണ് ഇവിടെ ഡിഫറൻഷ്യൽ ഇല്ലാത്തത്, വി മാത്രമേ ഉള്ളൂ, അതിനെ നമ്മൾ ഡോ വി ആക്കി എഴുതി. ഇതിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഏതാണ് ടേം, അതിൽ ഉള്ളതിനെ നമ്മൾ ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നു. ഇതിന് നമ്മൾ ഇവിടെ എങ്ങനെയാണ് നോക്കേണ്ടത്, ആദ്യം നമ്മൾ ഇതിനെ ഇങ്ങോട്ടേക്ക്, ഇതിനെയും നമ്മൾ കണക്ട് ചെയ്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയി, അതിനുശേഷം ഇങ്ങോട്ടേക്ക് വന്നു അല്ലെ. ഡോ വി ബൈ ഡോ ടി, ഡോ വി ചെയ്തു, എന്നിട്ട് ഡോ ടിയിലേക്ക് പോയി, എന്നിട്ട് തിരിച്ച് പിയിലേക്ക് തിരിച്ചു വന്നു, പിനെ കോൺസ്റ്റന്റ് ആക്കി വെച്ചു, വിച്ച് ഇസ് ഈക്വൽ ടു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനി അടുത്ത് നമ്മൾ ആരെയും എടുക്കുന്നത്, ഇനി നമ്മൾ അടുത്തത് എസ്സിന് എടുക്കാൻ പോവാം. ഇവിടുത്തെ കാര്യം കഴിഞ്ഞ് തന്നെ ഇടത്തേക്ക് വരാം, എസ്സിന് എടുക്കാൻ പോവാം. എസ്സിനാണല്ലോ ഇവിടെ ഡെറിവേറ്റീവ് ഇല്ലാത്തത്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ മൈനസ് മറന്നു പോയത് മൈനസ് എസ് ആണ്, അപ്പൊ മൈനസ് ഡോ എസ് എന്ന് എഴുതാം, മൈനസ് ഡോ എസ്. അപ്പൊ എസ്സിൽ നമ്മൾ വിയിൽ നിന്ന് ടിയിലേക്കാണ് പോയത്, അപ്പൊ എസ്സിൽ നിന്ന് നമ്മൾ എവിടത്തേക്ക് പോകണം, എസ്സിൽ നിന്ന് നമ്മൾ പിയിലേക്ക് പോകണം, ഡോ പിയിലേക്ക് പോകണം, ഇവിടെ ഇല്ലാത്തതിൽ നിന്ന് ഉള്ളതിലേക്ക് പോകണം, മൈനസ് ഡോ എസ് ബൈ ഡോ പി. ഇനി നമ്മൾ തിരിച്ചെവിടത്തേക്ക് വരും, ഇതിൽ നിന്ന് ടിയിലേക്ക് വരും, അപ്പൊ ഡോ എസ് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നാവും. ഇത് ക്ലിയർ ആയോ, എന്താണ് ഈ ഒരു സാധനം മനസ്സിലാക്കിയാൽ മതി. ആദ്യം വി ഇല്ലാതെ, ഡെറിവേറ്റീവ് ഒന്നും ഇല്ലാത്തതിനെ നമ്മൾ ഡെറിവേറ്റീവ് എഴുതും ഡോ വി, എന്നിട്ട് അപ്പുറത്തെ സെക്ഷനിലേക്ക് പോകും, അവിടെ നമുക്ക് ഡെറിവേറ്റീവ് ഉള്ളത് ഡോ ടി ആണ്, അത് നമ്മൾ ഡിനോമിനേറ്ററിൽ കൊടുക്കും. ആദ്യം തിരിച്ചു വരികയാണ് ഇപ്പുറത്തേക്ക് തന്നെ, അപ്പൊ ഇവിടെ പി ആണ് കാണുന്നത്, അപ്പൊ പി കോൺസ്റ്റന്റ് ആക്കി എഴുതാം, ഈക്വൽ ടു. ഇനി നമ്മൾ ഈ ഒരു സെറ്റ് കഴിഞ്ഞു, ഇനി നമ്മൾ എസ് ഡി ടിനെ നോക്കണം, മൈനസ് എസ് ഡി ടി. ഇവിടെ മൈനസ് എസ് ആണ് നമുക്ക് ഡെറിവേറ്റീവ് ഇല്ലാത്തത്, അതുകൊണ്ട് മൈനസ് ഡോ എസ്. ഇനി അത് കഴിഞ്ഞാൽ ഇനി ഇപ്പുറത്തേക്ക് പോകണം, ഇവിടെ ഡെറിവേറ്റീവ് ഉള്ളതായിരിക്കും, ഡോ പിക്കാണ്, അപ്പൊ ഡോ പി. ഇനി തിരിച്ച് അതുപോലെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ആണ് ടി, അപ്പൊ മൈനസ് ഡോ എസ് ബൈ ഡോ പി ടി. അതായത് ഡി ജി ഈക്വൽ ടു വി ഡി പി മൈനസ് എസ് ഡി ടിയിൽ നിന്ന് നമ്മൾ ഈ ഒരു റിലേഷൻ ഡിറൈവ് ചെയ്തു. ആദ്യം എന്ത് ചെയ്യണം, ഡോ വി ബൈ ഡോ ടി എഴുതണം. ഡോ വി, ഇവിടെ വിക്കാണ് ഇല്ലാത്തത്, ഇവിടെ ടിക്ക് ഉണ്ട്, അപ്പൊ ഡോ വി ബൈ ഡോ ടി. ഇനി നമ്മൾ ഇവിടുത്തെ പ്രഷർ ആണ് കോൺസ്റ്റന്റ് ആക്കുന്നത്, പ്രഷർ കോൺസ്റ്റന്റ് ആക്കി. പിന്നെ ഇവിടെ അടുത്ത സെറ്റിലേക്ക് പോയി, മൈനസ് ഡോ എസ്. ഇനി ഇവിടെ മൈനസ് ഡോ എസ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡോ ടി ഇവിടെ എടുക്കാൻ പാടില്ല, ഒരുമിച്ച് എടുക്കാൻ പാടില്ല. പിന്നെ ആരുള്ളത് ഇപ്പുറം, ഡോ പി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ തിരിച്ചാദ്യം ഇവിടത്തേക്ക് വരണം, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. അങ്ങനെ ഈ ഒരു റിലേഷൻ കിട്ടി. ഇനി നോക്കിയാട്ടെ, ഈ റിലേഷൻ തന്നെയാണ് ഇവിടെ ഉള്ളതെന്ന്. ഡോ എസ് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം, ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ എസ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് ഡോ പി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഈ റിലേഷനിൽ നമ്മളിപ്പം ഡിറൈവ് ചെയ്തത്, ഇവിടെ നെഗറ്റീവ് ഇപ്പുറത്ത് ഇട്ടു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാം. അപ്പൊ ഈ റിലേഷൻ കിട്ടിയല്ലോ ഇതിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഡി എച്ചിൽ നിന്ന് കണ്ടുപിടിക്കാം, സെക്കൻഡ് റിലേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് റിലേഷൻ ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റും. എല്ലാം ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നവരെ ഈ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇനി അടുത്ത ഏതാ, ഡി എച്ച് ഇസ് ഈക്വൽ ടു വി ഡി പി പ്ലസ് ടി ഡി എസ്. ഡി എച്ച് ഇസ് ഈക്വൽ ടു വി ഡി പി പ്ലസ് ടി ഡി എസ്. ഇതാണ് അടുത്ത റിലേഷൻ. ഇതിൽ നിന്ന് നമുക്ക് മാക്സ്വൽ റിലേഷൻ ഉണ്ടാക്കാം, ഡെറിവേറ്റീവ്. ആദ്യം എന്ത് ചെയ്യണം,
DH നെ മറന്നേക്കൂ. ഇപ്പൊ ഇക്വാലിറ്റിയിലുള്ള ഇതിനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ വിക്കാണ് ഡെറിവേറ്റീവ് ഇല്ലാത്തത്, അതുകൊണ്ട് ഡോ വി. നമ്മൾ അടുത്തേക്ക് പോകണ്ടേ, അടുത്ത ഡെറിവേറ്റീവ് ആയിരിക്കും ഉള്ളത് ഡോ എസ്. ഇനി തിരിച്ചാദ്യം ഇങ്ങോട്ടേക്ക് പോകണം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോയി, അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പൊ ഇവിടെ വിയിൽ നിന്ന് എസിലേക്ക് പോയി, അതിൽ നിന്ന് പിയിലേക്ക്. അപ്പൊ പി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, ഇനി നമ്മൾ ഇപ്പുറത്തെ സെറ്റിലേക്ക് പോവാ. ഇവിടെ ടീക്കാണ് ഇതില്ലാത്തത്, ടീക്കാണ് നമുക്ക് ഡെറിവേറ്റീവ് ഇല്ലാത്തത്, അതുകൊണ്ട് ഡോ ടി. തിരിച്ചപ്പുറത്തേക്ക് പോകും, ഉള്ളതായിരിക്കും ഡോ പി. ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് എസ്. തിരിച്ചിങ്ങോട്ടേക്ക് വരണം, എസിലേക്ക് വരണം. അപ്പൊ ഇവിടെ എന്താ ചെയ്തത്, ഇവിടുന്ന് ഫസ്റ്റത്തെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും, ബിയിൽ നിന്ന് ഡി എസിലേക്ക് പോയി, ഇവിടുന്ന് ഇല്ലാത്തതിൽ നിന്ന് ഉള്ളതിലേക്ക് പോയി, അതിൽ നിന്ന് തിരിച്ച് ഇവിടത്തേക്ക് വന്നു. ഈ ഒരു ഇത് ഓർത്ത് വെക്കണം. ഇനി ഇപ്പുറത്തേക്ക് എഴുതാൻ വേണ്ടി നമ്മൾ ഒന്നും കൂടി അത് എഴുതുകയാണ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഡി എച്ച് ഇസ് ഈക്വൽ ടു വി ഡി പി മൈനസ് ടി ഡി എസ് ആണ്, സോറി പ്ലസ് ടി ഡി എസ് ആണ്. നമ്മൾ ഡോ ടി ആണ് എഴുതേണ്ടത്. ഇനി ഇപ്പുറത്തെ സെറ്റിൽ വന്നു, അപ്പൊ ഡോ ടി. ടിയിൽ നിന്ന് നമ്മൾ എവിടത്തേക്ക് പോകും, ഇവിടത്തേക്ക് ഡോ പിയിലേക്ക് പോകും. ഡോ പിയിൽ നിന്ന് എവിടത്തേക്ക് വരും, ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരണം എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് എൻട്രോപ്പി. അപ്പൊ ഈ റിലേഷനും കിട്ടി. അപ്പൊ ഡോ വി ബൈ ഡോ എസ്, ഡോ വി ബൈ ഡോ എസ് എവിടെയാണ്, ഏതാണ്, ഡി എച്ച് അല്ലേ. ഡോ വി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഇസ് ഈക്വൽ ടു ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് എൻട്രോപ്പി. ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് എൻട്രോപ്പി. അതന്നല്ലേ കിട്ടിയ, ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് എൻട്രോപ്പി ഈക്വൽ ടു ഡോ വി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അപ്പം ഈ റിലേഷനും നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇന്റേണൽ എനർജിയുടെ നോക്കുകയാണ്, ഡി യു ഈക്വൽ ടു ടി ഡി എസ് മൈനസ് പി ഡി വി. ഡി യു ഇസ് ഈക്വൽ ടു ടി ഡി എസ് മൈനസ് പി ഡി വി. ടി ഡി എസ് മൈനസ് പി ഡി വി. ഇനി നമ്മൾ ഇതിൽ നിന്നും ഇതുപോലെ ഡി യുനെ നിങ്ങൾ മറന്നേക്കൂ, ഇപ്പുറത്തുള്ള റിലേഷനിലേക്ക് വരൂ. എന്നിട്ട് ഇവിടെ ആരാ ഉള്ളത്, ഇത് ഒന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കിട്ടും. ഇനി ഇവിടെ ആരാ ഉള്ളത്, ടി അല്ലേ ഉള്ളത്, ഡോ ടി. ഇനി ഇവിടെ ആരൊക്കെ ഉള്ളത്, ഡോ വി. ഡോ ടി ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് എൻട്രോപ്പി. ഇവിടെ ഡി എസ് ആണുള്ളത്, അതുകൊണ്ട് എൻട്രോപ്പി. ഇവിടെ നിന്ന് ഇവിടത്തേക്ക് പോയി, അതിൽ നിന്ന് തിരിച്ച് ഇവിടത്തേക്ക് വന്നു. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് ഡോ പി. നമ്മൾ തിരിച്ചപ്പുറത്തേക്ക് പോകണ്ടേ, അവിടെ ആരാ ഉള്ളത്, ഡോ എസ്. ഡോ പി ബൈ ഡോ എസ്. ഇനി തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരൂ. അപ്പൊ ഡി വി, വി കോൺസ്റ്റന്റ്. അപ്പൊ ഡോ ടി ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് എൻട്രോപ്പി ഇസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അപ്പൊ ഡി യുടെ നോക്കൂ, ഡോ ടി ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് എൻട്രോപ്പി. ഡോ ടി ബൈ ഡോ വി, ഡോ ടി ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് എൻട്രോപ്പി വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എസ്, മൈനസ് ഡോ പി ബൈ ഡോ എസ്, മൈനസ് ഡോ പി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അപ്പം ഈ റിലേഷനും നമുക്ക് കിട്ടി. ഇനി ആരാ ബാക്കി, ഇതിൽ നിന്നാണ് ബാക്കിയുള്ളത്. ഡി എ is equal to minus PdV minus SDT. dA is equal to minus PdV minus SDT അല്ലേ, minus PdV minus PdV minus SDT. അപ്പൊ ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ രണ്ടും മൈനസ് ഉണ്ട്, അപ്പൊ രണ്ടും ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ഇനി മൈനസ് ആണ്, മൈനസ് പി ഉള്ളത്. അപ്പൊ മൈനസ് ഡോ പി എന്ന് എഴുതണം, മൈനസ് ഡോ പി. എന്നിട്ട് ഇപ്പുറത്തേക്ക് പോകും, പിയിൽ നിന്ന് ടിയിലേക്ക് പോയി. മൈനസ് ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. തിരിച്ച് ഇവിടത്തേക്ക് തന്നെ വരണം. ഇവിടെ ഡോ പി, ഈ വിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി, വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് ഡോ എസ് ഡിവൈഡഡ് ബൈ എസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പുറത്തേക്ക് പോകണ്ടേ, ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. തിരിച്ച് ഇവിടത്തേക്ക് വരും. ഈ റിലേഷൻ വന്നു. അപ്പൊ മൈനസ് മൈനസ് ക്യാൻസൽ ആകും. അപ്പൊ നമുക്ക് എന്ത് വരും, ഡോ പി ബൈ ഡോ പി, സോറി ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഈസ് ഈക്വൽ ടു ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഡോ പി ബൈ ഡോ ടി, ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഈക്വൽ ടു ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പൊ ഈ റിലേഷനും കിട്ടി. അങ്ങനെ നമ്മൾ ഈ 8 റിലേഷൻ ഈ ഒരു മാക്സ്വെൽ സ്ക്വയറിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വെച്ചു. അതും സിമ്പിൾ ട്രിക്ക് വഴി. ഒരു ട്രിക്ക് ഒരു പ്രാവശ്യം മനസ്സിലാക്കുക, പിന്നെ അത് എളുപ്പമാകും. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ ഇത് മെമ്മറൈസ് ചെയ്യുന്നതിനേക്കാളും എളുപ്പമായിരിക്കും ഈ സ്ക്വയർ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഈ ഒരു 8 റിലേഷനും പെട്ടെന്ന് തന്നെ മനസ്സിലായല്ലോ. ഈ സ്ക്വയർ വെച്ചിട്ട് നമുക്കത് ഡിറൈവ് ചെയ്യാം. ആദ്യം ഈ 4 ഡിറൈവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിൽ നിന്നാണ് പിന്നെ മാക്സ്വെൽ റിലേഷൻ ഡിറൈവ് ചെയ്യുന്നത്, ഈ ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡിൽ നിന്ന്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം, ബാക്കി ഒരു 8 റിലേഷൻ കൂടി ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ആദ്യം ഡോ ജി ഈക്വൽ ടു വി ഡി ബി മൈനസ് എസ് ഡി ടി എടുക്കുക. ഓക്കെ, ഇതുവരെ കഴിഞ്ഞു. ഇനി നമുക്ക് ഡോ ജി ഇസ് ഈക്വൽ ടു വി ഡി പി മൈനസ് എസ് ഡി ടി അല്ലേ, വി ഡി പി മൈനസ് എസ് ഡി ടി. വി ഡി പി
മൈനസ് എസ് ഡി ടി. ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? കണ്ടീഷൻ കൊടുക്കുക. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡി പി 0 ആവില്ലേ? ഡി പി 0 ആയി. അപ്പൊ എന്ത് വരും? ഡി ജി ഇസ് ഈക്വൽ ടു ഡി പി 0 ആയി കഴിഞ്ഞാൽ വി ഇൻറ്റു 0 0 വരും. പിന്നെ എന്താ ഉള്ളത് ഇവിടെ? മൈനസ് എസ് ഡി ടി മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഡോ ജി എന്ന് എഴുതാം. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഡി ജി ബൈ ഡി ടി എന്ന് എഴുതുന്നതിന് പകരം ഡോ ജി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഇസ് ഈക്വൽ ടു മൈനസ് എസ് എന്ന് കിട്ടും. ഇത് വേറൊരു റിലേഷൻ ആണ്. അങ്ങനെ ഒരു റിലേഷൻ ഇവിടെ കിട്ടി. ഇനി അതുപോലെ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കൊടുക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ഡി ടി 0 ആയിട്ട് കിട്ടുമല്ലോ. ഡി ടി 0 ആയി, ഈ ടേം മൊത്തം പോയി. അപ്പൊ നമുക്ക് ആരേ ഉള്ളൂ ഇവിടെ? ഡി ജി ഇസ് ഈക്വൽ ടു വി ഡി പി മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? ഡോ ജി ബൈ ഡോ പി. ഈ ഡോ പിനെ നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തു. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ നമുക്ക് വി എന്ന് റിലേഷൻ കിട്ടി. അപ്പൊ ഇവിടെ തന്നെ രണ്ട് റിലേഷൻ കിട്ടി അല്ലെ? ഇത് നമ്മൾ ഏതൊക്കെ കോൺസ്റ്റന്റ് ആക്കുന്നോ അതിനുശേഷം നമുക്ക് രണ്ട് റിലേഷൻ കിട്ടി. ഇനി നമുക്ക് അടുത്ത് എടുക്കാം. അടുത്ത ആരാണ്? ഡി എച്ചിന്റെ എടുത്തോളൂ. ഡി എച്ച് ഇസ് ഈക്വൽ ടു VDP plus TDS. VDP plus TDS. VDP plus TDS. ഓക്കെ. അപ്പൊ നമ്മള് ഇവിടെ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ ഡി പി ഇസ് ഈക്വൽ ടു 0 വരും. അപ്പൊ നമുക്ക് ഈ ടേം മുഴുവൻ 0 ആയി. പിന്നെ എന്തേ ഉള്ളൂ? ഡി എച്ച് ഇസ് ഈക്വൽ ടു ടി ഡി എസ്. അപ്പൊ എന്തായി? ഡി എച്ച് ബൈ ഡി എസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഈക്വൽ ടു ടി എന്ന് കിട്ടി. ഓക്കെ. ഇനി ഞാൻ അറ്റ് കോൺസ്റ്റന്റ് എൻട്രോപ്പി. അപ്പൊ എന്ത് വരും? ഡി എസ് ഇസ് ഈക്വൽ ടു 0 വരും. അപ്പൊ ഡി എസ് 0 ആയി, മുഴുവൻ ടേം 0 ആയി. പിന്നെ എന്തേ ഉള്ളൂ ഇവിടെ? ഡി എച്ച് ഇസ് ഈക്വൽ ടു വി ഡി പി. അപ്പൊ നമുക്ക് എന്ത് വരും? ഡി എച്ച് അല്ലെങ്കിൽ ഡോ എച്ച് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് എൻട്രോപ്പി ഇസ് ഈക്വൽ ടു വി എന്ന് കിട്ടും. അടുത്ത റിലേഷൻ കിട്ടി. അപ്പൊ ഇവിടെ തന്നെ 4 റിലേഷൻ ആയി. രണ്ട് ഇക്വേഷനിൽ നിന്ന് നമ്മൾ 4 റിലേഷൻ ചൂസ് ചെയ്തു. ഓക്കെ, ഡിറൈവ് ചെയ്ത് വെച്ചു. ഇനി അടുത്ത ഇക്വേഷൻ ഡി യുടെ നോക്കാം. ഡി യു ഈക്വൽ ടു, ഡി യുടെ ഇക്വേഷൻ എന്താ? ഡി യു ഈക്വൽ ടു ടി ഡി എസ് മൈനസ് പി ഡി വി. ടി ഡി എസ് മൈനസ് പി ഡി വി. ഇതിൽ നിന്ന് എസ് കോൺസ്റ്റന്റ്. അപ്പം നമുക്ക് എസ് ഡി എസ് 0, പി ടേം മുഴുവൻ പോയി. അപ്പം ഡോ യു ബൈ ഡോ വി. ഇവിടെ ഇത് മാത്രമേ ബാക്കിയുള്ളൂ. അത് ഞാൻ ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നു. അപ്പൊ മൈനസ് പി എന്ന് കിട്ടി അറ്റ് കോൺസ്റ്റന്റ് എസ്. ഓക്കെ. ഇനി അറ്റ് കോൺസ്റ്റന്റ് വി ആണെങ്കിൽ, ഡി വി 0 ആണെങ്കിൽ നമുക്ക് ഈ ടേം മുഴുവൻ പോയി. അറ്റ് കോൺസ്റ്റന്റ് വോളിയം നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഡോ യു ബൈ ഡോ എസ് വിച്ച് ഇസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇസ് ഈക്വൽ ടു ടി എന്ന് കിട്ടും അല്ലെ? എന്താണ് ചെയ്തത്? വി 0 ആയി, ഡി വി 0 ആയി. അപ്പൊ ഈ മുഴുവൻ ടേമും 0 ആയി. പിന്നെ എന്തേ ഉള്ളൂ? ഡി യു ഈക്വൽ ടു ടി ഡി എസ് ഉള്ളൂ. ഈ ഡി എസിനെ ഞാൻ ഡിനോമിനേറ്ററിലേക്ക് എടുത്തു. അപ്പൊ ഈക്വൽ ടു എന്തേ ഉള്ളൂ? ടി മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് രണ്ട് റിലേഷൻ കിട്ടി. ഇനി ഡി എയുടെ ഇക്വേഷൻ എഴുതൂ. മൈനസ് എസ് ഡി ടി മൈനസ് പി ഡി വി ആണോ? മൈനസ് എസ് ഡി ടി മൈനസ് പി ഡി വി. ഓക്കെ, ഡി എ ഇസ് ഈക്വൽ ടു മൈനസ് എസ് ഡി ടി മൈനസ് പി ഡി വി. ഓക്കെ, ഈ ഇക്വേഷൻ ആണ്. ഇനി ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി. അപ്പം ഡി ടി 0 ആയി, ഈ ടേം മുഴുവൻ 0 ആയി. പിന്നെ എന്തേ ഉള്ളൂ? ഡി എ ഈക്വൽ ടു മൈനസ് പി ഡി വി ഉള്ളൂ. പി ഡി വിനെ ഞാൻ ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നു. അപ്പം ഡോ ഇ ബൈ ഡോ വി എന്ന് മാറ്റി എഴുതി. ബിക്കോസ് പാർഷ്യൽ ആണ് ഇത് കാണുന്നത്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെന്ന് പറഞ്ഞു. നമുക്ക് എന്ത് കിട്ടി? മൈനസ് പി എന്ന് കിട്ടി. ഇനി നമ്മൾ വി ആണ് കോൺസ്റ്റന്റ് ആക്കുന്നത്. വി കോൺസ്റ്റന്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഡി വി 0 ആവും. അപ്പം ഈ ടേം മുഴുവൻ ഇല്ല. അപ്പൊ നമുക്ക് എന്തേ ഉള്ളൂ? ഡി എ ഇസ് ഈക്വൽ ടു മൈനസ് എസ് ഡി ടി. അപ്പം ഡോ എ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വി ഈക്വൽ ടു മൈനസ് എസ്. ഇവിടെ നോക്കിയിട്ട് എത്ര റിലേഷൻ വന്നു? 8 റിലേഷൻ ഇവിടെ തന്നെ കിട്ടി. അപ്പൊ 8 8 16 റിലേഷൻ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാണ്ട് ഡിറൈവ് ചെയ്തു. ഇതൊരു റിലേഷൻ, ഇതൊരു റിലേഷൻ. അപ്പൊ എത്രയായി ടോട്ടൽ നോക്കൂ. ഇവിടെ നമ്മള് എ ബി, ഇവിടെ അടുത്തത് സി ഡി ഇ എഫ് ജി എച്ച്. ഇവിടെ 8 റിലേഷൻ ഇവിടെ ഉണ്ടായി. നേരത്തെ പഠിച്ച 8 റിലേഷൻ, ഈ 8 റിലേഷൻ.
ഈ 8 റിലേഷൻ. അങ്ങനെ 16 റിലേഷൻ ഏകദേശം ഇവിടെ തന്നെ കിട്ടി. ഇനി ഇതിന്റെ ഇൻവേഴ്സ് മാക്സ്വൽ റിലേഷൻസ് എന്ന് പറയുന്നത്, അതായത് ഇതിന് ഇൻവേഴ്സ് ചെയ്താൽ ഡോ ടി ബൈ ഡോ വി എന്ന് പകരം ഡോ വി ബൈ ഡോ ടി എഴുതാം. അപ്പൊ ഇവിടെയും മാറും, ഡോ എസ് ബൈ ഡോ പി ആവും. അങ്ങനെ തിരിച്ചു എഴുതാം. അപ്പൊ അതും കൂടി നമുക്ക് മാക്സ്വൽ റിലേഷൻ ഇൻവേഴ്സ് റിലേഷൻസും കിട്ടും. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര റിലേഷൻസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാണ്ട് പഠിച്ചു ഈ ഒരു മാക്സ്വൽ സ്ക്വയറിൽ നിന്ന്. ഈ ഒരു സ്ക്വയർ ആദ്യം പഠിക്കുക. ഗുഡ് പീപ്പിൾ ഹാവ് സ്റ്റഡീഡ് അണ്ടർ വെരി അമേസിംഗ് ടീച്ചർ എന്ന് ആദ്യം വരയ്ക്കുക. അതിനുശേഷം ഈ 4 റിലേഷൻ ആണ് ഫസ്റ്റത്തെ നമ്മൾ എഴുതേണ്ടത്. അത് എഴുതാൻ വേണ്ടി നമ്മൾ ആദ്യം ജിയുടെ കൺസിഡർ ചെയ്തു, ഡി ജി എഴുതി. അതിനുശേഷം അതിന്റെ കൂടെ ആരാ ഉള്ളത്, പിയും ടിയും. പിന്നെ നമ്മൾ ഡി പി ഡി ടി എന്ന് ആദ്യം എഴുതും. എന്നിട്ട് ഡി പി കോഎഫിഷ്യന്റ് വേണം. അതിന്റെ ഓപ്പോസിറ്റ് ആരാ ഉള്ളത് നോക്കുക, വി ആണ്. അത് പോസിറ്റീവ് വരുന്നുണ്ട്, വി ഡി പി. ഇനി ടിയുടെ കൂടെ ആരാ ഉള്ളത് നോക്കണം, എസ് ആണുള്ളത്. അത് നെഗറ്റീവ് ആണ്, ടെയിലാണ് വരുന്നത്, മൈനസ് എസ് ഡി ടി. അതുപോലെ നമ്മൾ 4 എണ്ണം എഴുതി. അതിൽ നിന്ന് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാക്കി. അതിന്റെ ആ ഒരു മെത്തേഡാണ് പഠിക്കേണ്ടത്. ഫസ്റ്റത്തത് ഡി ജി ഈക്വൽ ടു വി ഡി പി മൈനസ് എസ് ഡി ടി ആണെങ്കിൽ വി ഡി പി മൈനസ് എസ് ഡി ടി നമ്മൾ ആദ്യം ആരെ നോക്കും, ആദ്യം ഇല്ലാത്ത വീക്കാണ് ഡിഫറൻഷ്യൽ ഇവിടെ ഇല്ലാത്ത, അതിന് ഡിഫറൻഷ്യൽ ഇട്ട് കൊടുത്തു. ഇവിടെ ഉള്ളതായിരിക്കാം ഡോട്ടിക്കാണ്, അതിനെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നു. എന്നിട്ട് കോൺസ്റ്റന്റ് പ്രഷർ, ഇവിടെ ഡി പി ആയതുകൊണ്ട് കോൺസ്റ്റന്റ് പ്രഷർ ഈക്വൽ ടു. ഇനി നമ്മൾ അടുത്ത സെറ്റിലേക്ക് വരാം. ഇവിടെ ഇല്ലാത്തതായിരിക്കാം മൈനസ് എസിനാണ്, അപ്പൊ മൈനസ് ഡോ എസ്. ഇവിടെ ഉള്ളവർക്കായിരിക്കാം ഡോ പി ആണ്, അപ്പൊ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. എസിന്റെ കൂടെ ആരാണ് ഉള്ളത് അതിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ആക്കുന്നത്, വിയുടെ കൂടെ ആരാണ് ഉള്ളത് അതിനെയാണ് കോൺസ്റ്റന്റ് ആക്കിയത്. അപ്പൊ ഈ ഒരു ടെക്നിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള 4 റിലേഷൻസും അതുപോലെ നമുക്ക് ഡിറൈവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്തത് എന്താ, കോൺസ്റ്റന്റ് പ്രഷർ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വോളിയം അങ്ങനെ കൺസിഡർ ചെയ്തിട്ട് പിന്നെ ഒരു 8 റിലേഷൻ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് വീണ്ടും ഡിറൈവ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് വിക്ക് 2 ഇക്വേഷൻ കാണാം. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഡോ ജി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് എൻട്രോപ്പി. ഡോ ജി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് എൻട്രോപ്പി. അപ്പൊ ഇവിടെ വിയും ഡിക്കും വി ഈക്വൽ ടു വി അല്ലേ ഉള്ളത്, റൈറ്റ് സൈഡ് ഈക്വൽ ആണ്, അപ്പൊ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആവല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു റിലേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഇവിടെ ടിക്ക് ഇവിടെ റിലേഷൻ ഉണ്ട്, ടിക്ക് വേറെ റിലേഷൻ ഇവിടെയുണ്ട്. ഡോ യു ബൈ ഡോ എസ്, ഡോ യു ബൈ ഡോ എസ്, 1 second, ഡോ യു ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇവിടെ ടെമ്പറേച്ചർ ആണ് ഈക്വൽ ഉള്ളത്, ഇവിടെ ഏതാ ടെമ്പറേച്ചർ ഈക്വൽ ഉള്ളത്, ഇതാണ് ഡോ എച്ച് ബൈ ഡോ എസ്. ഡോ എച്ച് ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, കോൺസ്റ്റന്റ് പ്രഷർ. ഇനി നമുക്ക് എസിന് ആരാ കോമൺ ഉള്ളത് നോക്കാം. എസിന് ഡോ ജി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, ഡോ ജി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈക്വൽ ടു മൈനസ് എസിനാണ് ഇത് ഈക്വൽ. ഇവിടെ മൈനസ് എസിന് ആരാ ഈക്വൽ ഉള്ളത്, ഡോ എ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇവിടെ നമുക്ക് ഇതിൽ നിന്നും 4 റിലേഷൻ കിട്ടി അല്ലെ. 1 ഇവിടുന്ന് ഈക്വേഷൻ കിട്ടി, ഇവിടുന്ന് ഈക്വേഷൻ കിട്ടി, ഇവിടുന്ന് 3 ഈക്വേഷൻ കിട്ടി, ഇവിടുന്ന് 3 ഈക്വേഷൻ കിട്ടി ഈക്വൽ ആന്ന് പറഞ്ഞിട്ട്. അപ്പൊ ബിക്ക് ഈക്വൽ ചെയ്തു, നമ്മള് എസിന് ഈക്വൽ ചെയ്തു, പിന്നെ നമ്മൾ പിക്ക് ഈക്വൽ ചെയ്തു അല്ലെ. പിക്ക് ഈക്വൽ ഡോ യു ബൈ ഡോ എസ്, ഡോ യു ബൈ ഡോ എസ്, ഡോ യു ബൈ ഡോ എസ് ടെമ്പറേച്ചറിനാണ് ഈക്വൽ ചെയ്തത്. പിന്നെ നമ്മൾ എസിന് ഈക്വൽ ചെയ്തു, പ്രഷറിന് ഈക്വൽ ചെയ്തില്ലല്ലോ. പ്രഷറിന് ഈക്വൽ ചെയ്യുമ്പോൾ എന്ത് വരും, ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് എൻട്രോപ്പി ഈസ് ഈക്വൽ ടു ഡോ എ ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇങ്ങനെ നമുക്ക് 4 റിലേഷൻ ഇതിൽ നിന്നും കിട്ടും. ടോട്ടൽ നമ്മൾ എത്ര റിലേഷൻ പഠിച്ചു ഇവിടെ. ഇങ്ങനെ ഓരോ റിലേഷനും നമുക്ക് ഈ ഡിറൈവ് ചെയ്ത 8 റിലേഷനിൽ നിന്ന് വീണ്ടും ഒരു 4 റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചു. 1 2 3 4. ഈ 8 റിലേഷനിൽ നിന്ന് നമുക്ക് വേറൊരു 4 റിലേഷൻ കിട്ടി. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഈ 4 റിലേഷൻ, ഇതിൽ നിന്നാണ് ബാക്കിയുള്ളത് ഡിറൈവ് ചെയ്തത്. അപ്പൊ മാക്സ്വൽ ഇക്വേഷൻസ് ഇനി ഡിറൈവ് ചെയ്യുന്നതിന് പകരം ഈ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓർത്തിരിക്കാം അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം. എക്സാമിന് ഇങ്ങനത്തെ റിലേഷൻസ് കുറച്ചധികം തരും, എന്നിട്ട് ഇതിൽ തെറ്റുള്ളത് ഏതാണോ അല്ലെങ്കിൽ മാക്സ്വൽ റിലേഷൻ കറക്റ്റ് ഏതാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ആദ്യം സ്ക്വയർ വരയ്ക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നന്നായിട്ട് തന്നെ നോക്കുക, ഇത് വളരെ ഉപകാരപ്പെടും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. സോ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.